വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് അഞ്ചാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത്. പെരുമ്പാവൂരിൽ എത്തിച്ച് മൃതദേഹം സംസ്കരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഇടപെട്ട മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ അക്യുപങ്ക്ചർ ചികിത്സ പഠിച്ചയാളാണെന്ന് ബന്ധു ഷമീന പറഞ്ഞു. ആദ്യം പ്രതികരണം കേൾക്കാം ബന്ധുവിന്റെ. അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല. ഇതിപ്പോ മൊത്തം അഞ്ചാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 ആശുപത്രിയിൽ, ഇപ്പോഴത്തെ 3 വീട്ടില്. ഇപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. സിറാജിനും അറിയാം, കുറച്ചൊക്കെ അറിയാം അക്യുപഞ്ചറിന്റെ കാര്യം. അസ്മ പഠിച്ചിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അസ്മ. അപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ ഏജ് കൂടിയാണല്ലോ വന്നെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അക്യുപഞ്ചർ പഠിച്ചതിന്റെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി. റിയ ബേബിയാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. റിയ, കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന വാർത്തയാണിത്. ഈ അസ്മയുടെ ബന്ധുക്കൾ അസ്മയുടെ വീട്ടിലായിരുന്നു ഈ അഞ്ചാമത്തെ പ്രസവം നടന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് എത്തിച്ചത്? ഇപ്പോൾ സിറാജുദ്ദീൻ എവിടെയാണ്? ആര്യ, അതേ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. ഈ സിറാജുദ്ദീന്റെ വീടായ അവർ താമസിക്കുന്ന മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി പ്രസവം നടക്കുന്നു. അഞ്ചാമത്തെ പ്രസവമാണ്, ആൺകുട്ടിയാണ് ജനിച്ചത്. ഇക്കാര്യം അസ്മയുടെ വീട്ടുകാരെ സിറാജുദ്ദീൻ വിളിച്ചറിയിക്കുകയും ചെയ്തു. പക്ഷെ 9 മണിയോടുകൂടി മരണം സംഭവിക്കുന്നു. പക്ഷേ ഈ മരണ വിവരം വീട്ടുകാരെ അറിയിക്കുന്നില്ല. അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ശ്വാസം മുട്ടലാണ് എന്ന് ആംബുലൻസ് ഡ്രൈവറെ വിശ്വസിപ്പിച്ച് ഈ അസ്മയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നു. ഈ ചോര കുഞ്ഞുമായാണ് മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരുള്ള അസ്മയുടെ വീട്ടിലേക്ക് സിറാജുദ്ദീൻ വരുന്ന വഴിക്ക് ഏതാണ്ട് പുലർച്ചെ 12 മണിയോടുകൂടി മാത്രമാണ് ഈ വീട്ടുകാർ അസ്മയുടെ ബന്ധുക്കളെ മറ്റും ഈ അസ്മ മരണപ്പെട്ടു എന്ന വിവരം അറിയിക്കുന്നത്. അതോടുകൂടി ബന്ധുക്കൾക്ക് സംശയം തോന്നി. അവർ പോലീസിനെ വിവരം അറിയിച്ചു. പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലെത്തിച്ച് മൃതദേഹം സംസ്കരിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് പോലീസ് എത്തുകയും ഈ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും ഇൻക്വസ്റ്റിനുമായി മാറ്റുകയും ചെയ്തത്. പിന്നീട് കുഞ്ഞിനെ നാട്ടുകാർ ചേർന്നാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെ NICയിലേക്ക് മാറ്റുകയും ചെയ്തു. കാരണം ചോര കുഞ്ഞാണ്, അതിന് ജനിച്ച് കഴിഞ്ഞ് കിട്ടേണ്ട യാതൊരു വിധത്തിലുള്ള ശുശ്രൂഷകളോ പരിഗണനകളോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കൾ പ്രധാനമായും പറയുന്നത് ഈ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ എന്തുകൊണ്ട് അസ്മയ്ക്ക് ചികിത്സ കൊടുത്തില്ല, ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, ഈ മരണ വിവരം ആ സമയത്ത് വീട്ടുകാരെ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ പോലീസിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബന്ധുവായ ഷമീമ പറയുന്നത് 5ാമത്തെ പ്രസവമായിരുന്നു ഇത്. ആദ്യ 2 പ്രസവം ആശുപത്രിയിൽ നടത്തുന്നു. പിന്നീട് അസ്മയും സിറാജുദ്ദീനും അക്യുപഞ്ചർ പഠിക്കുന്നു. അതിനുശേഷം 3 പ്രസവവും വീട്ടിൽ നടത്തുന്നു. ആ 3ാമത്തെ 5ാമത്തെ പ്രസവത്തിലാണ് ഈ മരണം സംഭവിക്കുന്നത് അസ്മയുടെ. എന്തായാലും ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.